Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 റെസിസ്റ്റേഴ്സ് എടുക്കുകയാണ്. ആ 3 റെസിസ്റ്റേഴ്സിനെ നമുക്ക് നെയിം ചെയ്യാം R1, R2 ആൻഡ് R3. ഓക്കെ, റെസിസ്റ്ററിന്റെ സിമ്പിൾ അറിയാലോ. ഓക്കെ, റെസിസ്റ്റേഴ്സ് എടുത്തു. ഈ റെസിസ്റ്റേഴ്സിനെ നമ്മൾ മാർക്ക് ചെയ്യാണ് R1, R2 ആൻഡ് R3. ഓക്കെ, അപ്പൊ സീരീസ് കോമ്പിനേഷൻ ആയി. ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഒരു സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു അല്ലെ, ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പൊ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായി, ഒരു സെല്ലും കൂടെ വന്നു കഴിഞ്ഞപ്പോ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ഇതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യും, കറന്റ് ബിഗിൻസ് ടു ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് അല്ലെ. കറണ്ട് ഈ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇങ്ങനെ വരുന്ന കറണ്ട് ഇവിടെ എത്തി. ഇവിടെ വരുന്ന കറണ്ടിന് നേരെ പോവാനേ വഴിയുള്ളൂ. അപ്പൊ നേരെ തന്നെ പോയി, വീണ്ടും ഇതിൽ കൂടെ വന്നു, ഇവിടെ വന്നു, നേരെ ഇങ്ങനെ പോന്നു അല്ലെ. അപ്പൊ ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് എങ്ങനെയായിരിക്കും, കറണ്ട് ഐ തന്നെയാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇവിടെയും ഐ തന്നെയാണ്, ഇവിടെ ഐ തന്നെയാണ്, ഐ തന്നെയാണ്. അപ്പൊ എന്ത് വരും, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്, കറണ്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഏതൊരു റെസിസ്റ്ററിലൂടെയുള്ളയും കറണ്ട് എങ്ങനെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി നോക്കിയ ഓരോന്നിന്റെയും റെസിസ്റ്റൻസിന് വ്യത്യാസമുണ്ട് അല്ലെ. ഒന്നിന്റെ R1 ആണ്, ഒന്നിന്റെ R2 ആണ്, ഒന്നിന്റെ R3 ആണ്. അപ്പൊ ഐ കറണ്ട് R1 റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, V1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി സെയിം കറണ്ട് തന്നെ R2 പോകുമ്പോ അല്ലെ, റെസിസ്റ്റൻസിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ V2 എന്ന് എടുത്തു. ഇനി സെയിം കറണ്ട് തന്നെ R3 ഫ്ലോ ചെയ്യുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ V3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു, ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തങ്ങ് പോയി. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ വോൾട്ടേജ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. ഇപ്പൊ നമ്മൾ ഇവിടെ 10 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തുവരും, റെസിസ്റ്റർ 10 വോൾട്ട് അപ്ലൈ ചെയ്ത റെസിസ്റ്റൻസിനനുസരിച്ച് ഇവിടെ 2 വോൾട്ട് വന്ന്, ഇവിടെ 5 വോൾട്ട് വന്നെങ്കിൽ ബാക്കി എത്രയായിരിക്കും, 3 വോൾട്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ഏത് കിട്ടണം, അപ്ലൈ ചെയ്ത വോൾട്ടേജ് കിട്ടണം. ആ രീതിയിൽ എന്ത് ചെയ്യും, ഇതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അപ്ലൈഡ് വോൾട്ടേജ് അല്ലെ, അപ്ലൈഡ് വോൾട്ടേജ് V is equal to V1 plus V2 plus V3 ആണ്. അപ്ലൈഡ് വോൾട്ടേജ് 3 ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് പോയി. ഓക്കെ, ഇനി നമുക്കപ്പോ വോൾട്ടേജ് V1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to എന്ത് വരും, V is equal to I into R. ഓംസ് ലോയിൽ നമ്മൾ പഠിച്ചതാണ്. V is equal to എന്താണ്, I into R ആണ് ഓംസ് ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ V1 is equal to നമുക്ക് എങ്ങനെ എഴുതാം, I കോൺസ്റ്റന്റ് ആണ് അല്ലെ, R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ എന്ത് വരും, V1 is equal to I into R1. ഇനി V2 എങ്ങനെ എഴുതാം, V2 is equal to I into R2 അല്ലെ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇനി V3 എന്തായിട്ട് വരും, V3 is equal to I into R3. ഓക്കെ, അപ്പൊ ഈ V1, V2, V3 എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഇല്ലേ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ V is equal to V1 plus V2 plus V3. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു V1 പകരം നമുക്ക് എന്ത് കൊടുക്കാം, I into R1, I into R1 എന്ന് കൊടുക്കാം. പ്ലസ് V2 പകരം I into R2 എന്ന് കൊടുത്തു. പ്ലസ് V3 പകരം I into R3. ഓക്കെ, ഏതാണോ ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ എഴുതി വരിക. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോയി, അപ്പൊ അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതി. അപ്പൊ V is equal to നമുക്ക് എങ്ങനെ എഴുതാം, I into R. കോമൺ ഫാക്ടർ നമ്മൾ പുറത്തേക്ക് എടുത്തു. I എല്ലായിടത്തും കോമൺ ആണ്. അപ്പൊ R1 plus R2 plus R3 ഈക്വൽ ടു എന്തെഴുതാം, I into R. I രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും, R is equal to അല്ലെ, R is equal to R1 plus R2 plus R3. ഓക്കെ, ഇത് നമുക്ക് സീരീസ് കോമ്പിനേഷൻ ആണല്ലോ. സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, RS എന്ന് എഴുതാം. അപ്പോ സീരീസ് കോമ്പിനേഷനില്
അല്ലെ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അല്ലെങ്കിൽ R എഫക്റ്റീവ് എന്ന് എഴുതിയാലും മതി കേട്ടോ. RS നമുക്ക് വീണ്ടും എഴുതാം. എന്തായിട്ട് എഴുതാം? R എഫക്റ്റീവ് എന്ന് എഴുതാം. R എഫക്റ്റീവ് എന്ന് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത്, അപ്പൊ സീരീസ് കോമ്പിനേഷനിലെ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. വോൾട്ടേജ് എന്ത് ചെയ്തു? വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് അവിടെ ചെയ്യാം. അങ്ങനെ വോൾട്ടേജ് അപ്പൊ ഡിഫറെന്റ് ആണെന്ന് പറയാം. ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 പ്ലസ് R3. ഓരോ റെസിസ്റ്റേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓരോ റെസിസ്റ്റേഴ്സിനെയും ആഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? വലുതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ 1 ഓം ഉണ്ട്, ഇവിടെ 2 ഓം ഉണ്ട്, ഇവിടെ 3 ഓം ഉണ്ടെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 ഓം ആണ് അല്ലെ. ഈ തന്നിരിക്കുന്നതിൽ ഏതാ ഏറ്റവും വലുത്? 3 ഓം ആണ്. അപ്പൊ അതിനേക്കാളും വലുതാണ് എന്തെന്ന് പറയാ? എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് പറയാം, ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലാർജർ ദാൻ ദി ലാർജസ്റ്റ് വാല്യൂ ഇൻ ദി സർക്യൂട്ട്. സർക്യൂട്ടിലെ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാൾ വലുതായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അതാണ് സീരീസ് കോമ്പിനേഷന്റെ രണ്ടാമത്തെ പ്രത്യേകത. അപ്പോ RS is equal to R1 plus R2 plus R3. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചോളാം. ഓക്കെ, ഇനി നമുക്ക് n ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് എടുക്കാം 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് ആയിട്ട് എടുക്കാം. R1 is equal to R2 equal to R3 is equal to R ആയിട്ട് എടുക്കാം. എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് R ആണെങ്കിൽ അപ്പോ RS എത്ര വരും? RS is equal to എത്ര വരും? R plus R plus R, that is equal to 3R അല്ലെ. 4 ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എത്ര വരും? 4R. 5 ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5R അല്ലെ. ഇനി n ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ എങ്ങനെ എഴുതാം? എല്ലാത്തിന്റെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആയിട്ടുള്ള n ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n into R. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ നമുക്ക് രണ്ട് രീതിയിൽ അറിഞ്ഞിരിക്കണം. എന്തുവരും? അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 അങ്ങനെ പോവാം. ഇനി എല്ലാം സെയിം ആണ്, എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ RS is equal to എങ്ങനെ എഴുതാം? n into R. ഓക്കെ, അപ്പൊ ആ കേസ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ സീരീസ് കോമ്പിനേഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്യാണ്? 3 റെസിസ്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. R1, R2 and R3. എന്നിട്ട് അവ എങ്ങനെ കണക്ട് ചെയ്യാണ്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ എടുത്തു. 3 റെസിസ്റ്റേഴ്സും ഏതൊക്കെയാണ്? R1, അതുപോലെ തന്നെ R2, വീണ്ടും എന്തുവരും? മൂന്നാമത്തെ റെസിസ്റ്റർ R3. ഈ 3 റെസിസ്റ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തു? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാണ്. ഈ പാരലൽ ആയിട്ടുള്ള ഈ കണക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്തു. V എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് R2, ഇവിടുത്തെ റെസിസ്റ്റൻസ് R3. ഓക്കെ, ഇപ്പൊ സർക്യൂട്ട് ക്ലോസ്ഡ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കറന്റ് ബിഗിൻസ് ടു ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് അല്ലെ. കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഈ വരുന്ന കറണ്ട് ഇവിടെ എത്തിയപ്പോ എന്ത് ചെയ്തു? ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ കറണ്ടിന് 3 പാത്ത് ഉണ്ട് അല്ലെ. 3 വഴി കൂടെ പോവാം. അപ്പൊ കറണ്ട് എന്ത് ചെയ്യും? 3 വഴി കൂടെയും പോകും. ഓക്കെ, എന്തിനനുസരിച്ചിട്ടാണ് 3 വഴി കൂടെയും പോവുക? ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ് അത് അതിൽ കൂടെ പോവുക. കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ആ പാത്തിൽ കൂടെ പോവുക. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ അവിടെ എന്തും കറണ്ട് കുറച്ചേ പോവുള്ളൂ. ഓക്കെ, അങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ കറണ്ട് എങ്ങനെയാ ഡിവൈഡ് ചെയ്തേക്കണേന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ I1 എന്ന് എടുത്തു, ഇവിടെ എന്ത് വരും? I2 എന്ന് എടുത്തു, ഇവിടെ എന്തായിട്ട് എടുക്കാം? I3. അപ്പൊ നോക്കിയേ, ഇവിടെ അല്ലെ മെയിൻ അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു പോവാ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഏതാണോ ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതിനനുസരിച്ചാണ് ഇക്വേഷൻ ഫോം ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ കറണ്ട് ആണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് I is equal to എന്തെന്ന് എഴുതാം? I1 plus I2 plus I3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് വോൾട്ടേജ് എങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ R1 എന്ന് പറയുന്ന ഈ റെസിസ്റ്ററിന്റെ 2 ടെർമിനലും നമ്മൾ വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ 2 അല്ലെ ടെർമിനൽസും വോൾട്ടേജ് സോഴ്സിലേക്കാണ്. R3യുടെ 2 ടെർമിനൽസും എങ്ങോട്ടാണ് വരിക? വോൾട്ടേജ് സോഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണ്
അപ്പൊ അവിടെ എന്തായിരിക്കും? ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ്? ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്താ കോൺസ്റ്റന്റ് ആയിട്ട് വരിക? വോൾട്ടേജ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. കറണ്ട് ആണ് അവിടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് പോവുക. ഇനി ഓംസ് ലോ യൂസ് ചെയ്യാം. ഓംസ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? V is equal to I into R എന്ന് പറയുന്നതാണ് നമ്മുടെ ഓംസ് ലോ അല്ലെ? V is equal to I into R. അവിടെ നിന്ന് നമ്മുടെ ഇക്വേഷൻ കറണ്ട് വെച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? I is equal to എന്ത് വരാം? V divided by R. അങ്ങനെയാണെങ്കിൽ I1 എന്ത് എഴുതാം? I1 is equal to വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ V divided by R1. ഇനി I2 is equal to എന്ത് കൊടുക്കാം? I2 is equal to V divided by R2. I3 is equal to എങ്ങനെ എഴുതാം? V divided by R3. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്ന പ്രോബ്ലം ചെയ്യാനും വളരെ എളുപ്പമാണ്. I1, I2, I3 എന്നുള്ളത് നമ്മൾ എഴുതി. ഇനി എന്ത് എഴുതാം? ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 plus I3 അല്ലേ? അതിലേക്ക് ഈ വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? V divided by R. അപ്പൊ V by R is equal to I1 പകരം V divided by R1. V divided by R1 plus I2 പകരം V divided by R2. V divided by R2 plus I3 പകരം V divided by R3. ഓക്കെ, V കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ V by R is equal to V കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ നമുക്ക് V ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എന്താ വരിക? 1 by R is equal to അല്ലെ? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഓക്കെ, അപ്പൊ പാരലൽ കോമ്പിനേഷനില് നമ്മൾ എന്ത് എഴുതാ? ഇൻ പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 by R1 plus 1 by R2 plus 1 by R3 അല്ലെ? ഓരോ റെസിസ്റ്റേഴ്സിന്റെയും റെസിപ്രോക്കലിന്റെ എന്ത് വരിക? സം ആണ് വരിക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് 1 by RP എന്ന് എഴുതാം അല്ലെ? പാരലൽ കോമ്പിനേഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് എഴുതാം. ഓക്കെ, ഇത് വെച്ച് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ വരും? R1 plus R2 plus R3 കൂടിയപ്പോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആയിരുന്നു. ഇപ്പൊ ഇവിടെ എങ്ങനെയാ? റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് വാല്യൂ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇൻ പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദി അല്ലെ? സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് വാല്യൂ. അപ്പോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് കിട്ടി. ഓക്കെ, പാരലൽ കോമ്പിനേഷന്റെ കേസ് നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തോരം കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന കേസ് പറഞ്ഞു. വോൾട്ടേജ് ആയിരിക്കും പാരലൽ കോമ്പിനേഷനിൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് n ഈക്വൽ റെസിസ്റ്റേഴ്സിന്റെ കാര്യമാണ്. n ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് എങ്ങനെയാണ്? സെയിം ആണ്. ഓക്കെ, അങ്ങനെ അപ്പോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ വരാം? ഇവിടെ 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് വരിക. 3 ഈക്വൽ റെസിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3. അങ്ങനെയാണെങ്കിൽ 1 by RP എത്ര വരും? 1 by RP is equal to 1 by R plus 1 by R plus 1 by R. ശരിയല്ലേ? മൂന്നിനും ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ എത്ര വരും? 3 divided by R. അപ്പൊ 1 by RP is equal to 3 by R എന്ന് വരും. അപ്പൊ RP is equal to എത്രയായിട്ട് വരാം? R divided by 3 അല്ലെ? പാരലൽ കോമ്പിനേഷനില് RP is equal to എത്ര വന്നു? R divided by 3 എന്ന് വന്നു. അപ്പൊ 4 ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലോ? R divided by 4. 5 ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R divided by 5. അപ്പോ n ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R divided by n. ഓക്കെ, അപ്പൊ n ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ RP is equal to നമുക്ക് എന്തെന്ന് പറയാം? R divided by n എന്ന് പറയാം. ഓക്കെ, അപ്പോ പാരലൽ കോമ്പിനേഷനിൽ 2 ഇക്വേഷൻ പഠിച്ചിരിക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസിന് ഏതൊക്കെയാണ്? എല്ലാ റെസിസ്റ്റേഴ്സും ഡിഫറെന്റ് ആണെങ്കിൽ
അല്ലെ? റെസിസ്റ്റൻസ് വാല്യൂ എല്ലാത്തിന്റെയും ഡിഫറെന്റ് ആണെങ്കിൽ 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3 ആ രീതിയിൽ എഴുതാം. എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ Rp is equal to എന്ത് വരും? R divided by N. ഓക്കെ, 3 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ N-ന് 3 കൊടുക്കാം, 4 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ N-ന് 4 കൊടുക്കാം, അങ്ങനെ അങ്ങനെ ചെയ്തു പോകാം. N-ന്റെ വാല്യൂ 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ ഏതിനനുസരിച്ച് ഇക്വേഷൻ എഴുതുക? ഏത് ക്വാണ്ടിറ്റി ആണോ, അല്ലെ? ഇപ്പൊ കറണ്ട് ആണ് ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ കറണ്ട് I is equal to I1 plus I2 plus I3 എന്നുള്ള രീതിയിൽ എഴുതും. വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ V is equal to V1 plus V2 plus V3. എന്നിട്ട് ഓംസ് ലോ വെച്ച് എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതുക. Okay. I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.